afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good Good afternoon. afternoon, ma'am. Good Good afternoon, afternoon. ma'am. Good afternoon. Good afternoon, ma'am. Prayer start ചെയ്തോളൂ കേട്ടോ. Ma'am, ഞാൻ പറയാം. Lord, help me to remember that nothing is going to happen to me today that you and I together can't handle. Amen. Thought. Ma'am, ഞാൻ Thought. ആരുമില്ലെങ്കിൽ ഞാൻ പറയാം. Stay optimistic. Every new day offers an opportunity to improve. Okay. Sign in. Ma'am, ഞാൻ പറയാം. Okay. A very good morning to very good afternoon to everyone. We are very happy to see you all together here. Thank you joining us today at this class. I would like to extend a warm welcome to our respected teacher, Milton Ross Miss, and our beloved students who have joined us here, who hope you all enjoy this class and that it turns out to see a great success and a memorable one for all of you. We hope this day futures out to be as amazing as it is that. What with that big inside lets us start off with of classes. Sit back and enjoy. Thank you, Miss. Okay. നമ്മള് ഫസ്റ്റ് യൂണിറ്റ് എടുക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെ കയ്യിലില്ലേ? Yes, Miss. Okay. ഇപ്പോ യൂണിറ്റ് ഫസ്റ്റ് ആണ്. ഫോർത്ത് മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിറ്റ് ഫസ്റ്റ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് മീനിങ് നേച്ചർ ആൻഡ് സ്കോപ്പ്. ഇവിടെ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് യൂണിറ്റ് യു വിൽ ബി ഏബിൾ ടു എന്ന് പറഞ്ഞ ചെറിയ ചെറിയ പോയിന്റ്സുകൾ കൊടുത്തിട്ടില്ലേ, അത് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ Okay, miss. പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ന് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് മാനേജ്മെന്റ്? എന്താണ്? കൊമേഴ്സ് സ്റ്റുഡൻസ് ഉണ്ടോ നമ്മളെ ബാച്ചില്? ഉണ്ടായിരുന്നോ? ഇല്ല, കൊമേഴ്സ് സ്റ്റുഡൻസ്. ഓക്കെ. എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്? ഇതായിരിക്കാം. കൊമേഴ്സ് സ്റ്റുഡൻസ് അല്ലാത്തവർക്കും പറയാട്ടോ. എന്തായിരിക്കാം മാനേജ്മെന്റ്? നമ്മളൊരു സ്കൂളിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അവരുടെ ടീച്ചർമാരെ എങ്ങനെ മാനേജ് ചെയ്യാൻ, ഓഫീസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് മാനേജ്. പിന്നെ അതിലെന്താ പറഞ്ഞേ? അല്ല, നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന്റെ സ്ഥാപനത്തിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം. വേറെ ആരെങ്കിലും കമന്റ് ഉണ്ടോ? വേറെ ആർക്കെങ്കിലും? ഇല്ല. ടീനയുടെ അഭിപ്രായം എന്താ? ടീന ടോമി. Yes, ma'am. എന്താ മാനേജ്മെന്റ്? മാനേജ്മെന്റ് ഇപ്പം നമ്മളൊരു സ്കൂളിലെ ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് എവിടെ ഒരു സ്കൂളിനെ സംബന്ധിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും എന്താ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ സ്കൂൾ എങ്ങനെ മുൻപോട്ട് പോകണം, അതെല്ലാം പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളൊരു ആ ഒരു വേ ഓഫ് എന്താ പറയാ ഒരു പ്രോസസ്സാണ് മാനേജ്മെന്റിൽ വരിക. അതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം. എല്ലാ ഏരിയാസിലും മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഏരിയാസും അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് വേയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു ഇതാണ് മാനേജ്മെന്റിൽ വരിക. ഓക്കെ.
ലിൻസി. മാനേജ്മെന്റ് എന്ന് വെച്ചാല് എൻ്റെ ഒരു അഭിപ്രായത്തില് ഒരു ലക്ഷ്യത്തില് അല്ലെങ്കിൽ ഒരു ഗോളിൽ എത്താൻ വേണ്ടിയിട്ട് ആ ഒരു സിസ്റ്റം എടുക്കുന്ന എഫേർട്ട് അത് അത് ഓർഗനൈസേഷൻ അത് ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് പ്രാവർത്തികമാക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഇൻക്ലൂഡ് ആവും അതില്. ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അതായിരിക്കും മാനേജ്മെന്റ്. ഓക്കെ, ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിന് വേണ്ടതായിട്ടുള്ള റൂൾസ്, ലിൻഷി പറഞ്ഞ പോലെ തന്നെ റൂൾസ്, പ്ലാനിങ് നടത്തണം, അതുപോലെ തന്നെ എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടതായിട്ടുള്ള ഒരു സിസ്റ്റം, അതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷനിലാണെങ്കിലും മാനേജേഴ്സ് ഉണ്ടാവും. മാനേജേഴ്സ് പറയുന്ന രീതിയിലായിരിക്കും എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നത്. ഓരോ ഓർഗനൈസേഷൻസ് ആയാലും അതിന് പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്, ENT ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഓർത്തോ, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെയാണ് ഇപ്പോ സ്കൂൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൾ ആണ് അവിടുത്തെ മേലധികാരി എന്ന് പറയുന്നത് അല്ലെ. അവര് മാനേജ്മെന്റ് പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകേണ്ടത് എല്ലാ ടീച്ചേഴ്സിന്റെയും അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തമാണ്. അത് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ, എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് മേലധികാരികളാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അവരെന്ത് ചെയ്യണം, എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഉത്തരവാദിത്തം ആർക്കാണ്, മേലധികാരികൾക്കാണ്. ഓക്കെ, അപ്പൊ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, മാനേജേഴ്സ് ഉണ്ടാവും. അവരാണ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത്. അവരാണ് കുറെ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാവരെയും മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പ്ലാനിങ് ആയിട്ടുണ്ടെങ്കിലും അവര് ഓരോ പരിപാടികൾ, ഓരോ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ സ്കൂളാകുമ്പോഴും എന്താണ്, ഇപ്പോ എന്താ പറയാ, ആനുവൽ ഡേ അതുപോലെ തന്നെ പല പല പ്രോഗ്രാംസ് ഒക്കെ വരും അല്ലെ. അപ്പൊ അതിന് എന്താണ്, ടീച്ചേഴ്സിനെ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുക. ഇന്ന ടീച്ചർ സ്റ്റേജ് പരിപാടി, ഇന്ന ടീച്ചർ എന്താണ് പ്രോഗ്രാം കമ്മിറ്റിയിലുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ പല സെക്ഷനുകളിലാക്കിയിട്ട് ഓരോ ടീച്ചേഴ്സിനും ഓരോ ജോബ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും ആരായിരിക്കും, മേലധികാരികളായിരിക്കും അല്ലെ. ഇപ്പോ മേലധികാരി എന്ന് പറഞ്ഞാൽ എന്താണ്, HM ആയിരിക്കും. അപ്പൊ HM പറയുന്ന രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം സക്സസ് ആയിക്കോളും ഇല്ലേ. അപ്പൊ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു എയിം ഉണ്ടാവും, ഗോൾ ഉണ്ടാവും. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് വേ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആണ്. അത്തരത്തിലൂടെ പോവുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്ത് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാം, നമ്മളുടെ ഒരു വീട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അച്ഛൻ, അമ്മ, അതുപോലെ 2 മക്കള് അടങ്ങുന്ന ഒരു അണുകുടുംബം. ഓക്കെ, ആ കുടുംബം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മാനേജർ ആരാണെന്ന് പറയാൻ പറ്റുമോ? ഫാദറായിരിക്കും, അച്ഛനായിരിക്കും അല്ലെ. പണ്ട് കാലങ്ങളിലൊക്കെ എങ്ങനെയാണ്, അമ്മമാരൊന്നും ജോലിക്ക് പോകില്ല. അപ്പൊ എന്താണ്, അച്ഛന്മാരാണ് ജോലിക്ക് പോയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇപ്പൊ എന്തൊക്കെയാണ്, അച്ഛൻ ജോലി എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ആ പൈസ അമ്മയ്ക്ക് കൊടുക്കും. അമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുവന്ന വരുമാനത്തിൽ നിന്നാണ് നമ്മളിപ്പോ വീട് വാടകയ്ക്കാണെങ്കിൽ വാടക കൊടുക്കണം. അതുപോലെ വെള്ളത്തിന്റെ ബില്ല്, എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ, കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിന് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ എന്താ പറയാ, ഇലക്ട്രിസിറ്റി ബില്ല്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്താണ്, അച്ഛൻ കൊണ്ടുവരുന്ന വരുമാനത്തിൽ നിന്നാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ മാനേജർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അച്ഛൻ പറയും ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന് ഇത്രയും പൈസ കൊടുക്കാം, ഇന്ന കാര്യങ്ങൾക്ക് ഇന്നത് നീക്കി വെക്കാം അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആർക്ക് ഉണ്ടാവും, അവിടുത്തെ മാനേജറായ അച്ഛനുണ്ടാവും അല്ലെ. ഇല്ലേ, അച്ഛൻ പറയുന്നത് പോലെ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അമ്മയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നല്ല രീതിയിൽ നമ്മുടെ അപ്പൊ അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ വീട് അല്ലെങ്കിൽ ഒരു ബാധ്യത ചിലപ്പോൾ ഉണ്ടാവില്ല ഇല്ലേ, ബാധ്യതകളൊന്നും ഉണ്ടാവില്ല, കടങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോവുകയാണെങ്കിൽ ഇല്ലേ, ആണോ? അതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫാമിലി മാത്രം ഓർക്കാം. ഓക്കെ, അപ്പൊ ഇനി നോക്കി, മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്
ജസ്റ്റ് ഒരാൾ ഒന്ന് റീഡ് ചെയ്തേ. എന്താണ് മാനേജ്മെന്റ്? വാട്ട് ഈസ് മാനേജ്മെന്റ്? ആരാ വായിക്കാം? മിസ് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാവോ മിസ്? ടെക്സ്റ്റ് ഇല്ല, കാണുന്നില്ല സ്ക്രീൻ. പേജ് നമ്പർ ഒന്ന് പറയുമോ? ഇല്ല, സ്ക്രീനിൽ കാണിക്കുന്നില്ല. ജസ്റ്റ് സ്ക്രീൻഷോട്ട് വീണ്ടും കാണുന്നില്ല. പേജ് നമ്പർ 2. മിസ്സിനെ കാണുന്നുണ്ട്, സ്ക്രീൻ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നില്ല. മിസ്സിന് അറിയില്ല കേട്ടോ. അപ്പൊ സ്ക്രീൻ കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം മിസ്സിനോട്. 1 മിനിറ്റ് കേട്ടോ. ഇപ്പൊ ഓക്കെ ആയോ? കാണുന്നുണ്ടോ? ഒരു ആയിട്ടുണ്ട് മിസ്. എനിക്ക് മാത്രമാണോ അറിയാം, കുറച്ച് ഭാഗം മാത്രം കാണുന്നു. ഓക്കെ, ആര് വായിക്കും? ഞാൻ വായിക്കാം മിസ്സേ. ഓക്കെ, അച്ചു വായിച്ചോളൂ. What is management? Etymology. The verb manage comes for the Italian manager to handle especially tools, which derives from the Latin word menus hand. The French word management later miss വായിക്കത്തിലുള്ള വായിക്കണോ? കുഴപ്പമില്ല. Later management determine the development in meaning of the English word management is the in the 17th and 18th countries. Management is business and organization is the function that coordinates the efforts of people to achieve. അച്ചു, ഹലോ, റേഞ്ച് പോയോ? കേൾക്കുന്നില്ലല്ലോ. കണ്ടിന്യൂ ചെയ്യട്ടെ മാം എന്നാ? വായിച്ചോളൂ വായിച്ചോളൂ. People to achieve goals and objectives using available resources efficiently and effectively. Management contains planning, organizing, staffing, leading or directing, and controlling an organization's or initiative to achieve a goal. Resourcing surrounds the development and manipulation of human, financial resources, technological resources, and natural resources. Management is also an academic discipline, a social science whose object of study is the social association. Another way people talk of management is to define it as an art, a science, an organization, a person, a discipline, or a process. Let us consider each of these in rotation. ഓക്കെ, എന്താ മനസ്സിലായേ വായിച്ചപ്പോ? എന്തെങ്കിലും മനസ്സിലായോ? എന്താണ് മാനേജ് എന്ന വെർബ്? അതായത് വെർബ് എന്ന് പറഞ്ഞാല് ക്രിയ അല്ലെ. മാനേജ് എന്ന വെർബ് ഇറ്റാലിയൻ പദമായിട്ടുള്ള മാനേജ്. ഓക്കെ, മാനേജിയെ. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആ വേർഡൊക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ്. മാനേജിയെ എന്നതിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോ മാനേജ് എന്ന ആ വെർബ് ഇറ്റാലിയൻ പദമായിട്ടുള്ള മാനേജിയെ എന്നതിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അത് ഇറ്റാലിയൻ പദമായിട്ടുള്ള മിനുസ്. മിനുസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യാം. ഇറ്റാലിയൻ വേർഡ് ആയിട്ടുള്ള മിനുസ് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ വേർഡ് മീനിങ് ആണ് എന്ത്? ഹാൻഡ് എന്ന് പറയുന്നത്. എന്നതിൽ നിന്നും ഉരുതിരിഞ്ഞു വന്നിരിക്കുന്നതാണ്. ഇനി എന്താണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്? 17th and 18th സെഞ്ചുറീസില് മാനേജ്മെന്റ് എന്ന ഇംഗ്ലീഷ് വേർഡിന്റെ മീനിങ്ങിന്റെ ഡെവലപ്മെന്റിനെയാണ് ഡിറ്റർമൈൻ ചെയ്ത് മസ്നേജ്മെന്റ്. ഓക്കെ, മസ്നേജ്മെന്റ് എന്നാണ് കേട്ടോ അവിടെ. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. മസ്നേജ്മെന്റ് എന്ന ഫ്രഞ്ച് പദമാണ്. ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണെന്നാണ് പറയുന്നത്? അവിടുത്തെ റിസോഴ്സസുകളെ, അതായത് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്ഥാപനത്തിൽ ഇപ്പൊ സ്കൂൾ തന്നെ എടുക്കാം. അവിടുത്തെ റിസോഴ്സസുകളെ ആരൊക്കെ ആയിരിക്കാം? ടീച്ചേഴ്സ് ഉണ്ടാവും,
നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഉണ്ടാവും ഇല്ലേ. അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ എന്താണ് അവർക്ക് ഇരിക്കാനായിട്ടുള്ള ഫർണിച്ചേഴ്സ് അല്ല, ബെഞ്ച്, ഡെസ്ക്, അങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാത്തിനെയും നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്, റിസോഴ്സസ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ആ റിസോഴ്സസുകളെയൊക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ ഗോൾ എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അല്ലെ. ഓർഗനൈസേഷൻ, ഏതൊരു ഓർഗനൈസേഷനും ബിൽഡപ്പ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഗോൾ ഉണ്ടാവും. ആ ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരൊക്കെയാണ് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടത്, അവിടുത്തെ എല്ലാ റിസോഴ്സുകളെയും നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കോർപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഗോളുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ബിസിനസ് സ്ഥാപനം എടുക്കാം നമുക്ക് എക്സാമ്പിൾ ആയിട്ട്. ഒരു ബിസിനസ് സ്ഥാപനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റിസോഴ്സസ് എന്ന് പറയുന്നത് ആരൊക്കെ ആയിരിക്കാം, പറയാൻ പറ്റുമോ? അവിടുത്തെ സ്റ്റാഫുകള്, സ്റ്റാഫ്, നോൺ സ്റ്റാഫ്, പിന്നെ അവിടുത്തെ ഹെഡ്, പിന്നെ അവിടെ പിന്നെ എക്യുപ്മെന്റ്സ് ഉണ്ടാവും, മെഷീൻസ് ഉണ്ടാവും, റോ മെറ്റീരിയൽസ് അങ്ങനെയുള്ള, അതുപോലെ തന്നെ ഫിനാൻസ് അല്ലെ, ക്യാപിറ്റൽ, ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. ഇതൊക്കെ എന്താണ് റിസോഴ്സസ്. ആ റിസോഴ്സസുകളൊക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് എല്ലാവർക്കും, ലേബേഴ്സ് ആയാലും അതുപോലെ തന്നെ മിഷൻസ് ആയാലും എല്ലാവരും നമ്മൾ കോർപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് എന്താണ് ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഫങ്ഷൻസ് അവിടെ പറയുന്നുണ്ട് അല്ലെ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ് ആൻഡ് ലീഡിങ് ഓർ ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്, ഇതൊക്കെയാണ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. നമ്മൾ ഓരോന്നും പഠിക്കും എന്തൊക്കെയാണുള്ളത് കേട്ടോ. അപ്പൊ ആദ്യം മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആദ്യം പ്ലാനിങ്, ആസൂത്രണം നടത്തണം അല്ലെ, ഓർഗനൈസ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റാഫിങ്, ഏതൊക്കെ സ്റ്റാഫുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം എന്നുള്ളത്. ഇനി റിക്രൂട്ട് ചെയ്തെടുത്താൽ പോരല്ലേ, അവർക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് ജോലിയും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ മിസ് ഒരു കാര്യം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ലാഡിങ് ഓർ ഡയറക്റ്റിംഗ് എന്ന് വെച്ചാ ലീഡിങ് ആണ്. ഡയറക്റ്റിംഗ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്. ഇനി സ്റ്റാഫിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം, ലീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഡയറക്റ്റ് ചെയ്യുക, അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ, അവർ ചെയ്യുന്ന ജോലിയിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഗൈഡൻസ് കൊടുക്കുക, അവരെ നയിക്കുക. ഇതൊക്കെയാണ് ലീഡിങ്, ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കൺട്രോളിങ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. നമ്മൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി എന്താണ് റിസോഴ്സസുകൾ നമ്മളവിടെ പറയുന്നുണ്ട് അല്ലെ. ഇനി ഏതൊക്കെയാണ് റിസോഴ്സസുകൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കിയേ. റിസോഴ്സിങ് സറൗണ്ട്സ് ദ ഡെവലപ്മെന്റ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഓഫ് ആരൊക്കെ വരുന്നുണ്ട്, ഹ്യൂമൻസ്, ഫിനാൻഷ്യൽ റിസോഴ്സസ് വരുന്നുണ്ട്, ടെക്നോളജിക്കൽ റിസോഴ്സസ് വരുന്നുണ്ട്, നാച്ചുറൽ റിസോഴ്സസുകൾ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ഹ്യൂമൻസ്, ഫിനാൻസ്, ടെക്നോളജി, അതുപോലെ തന്നെ നാച്ചുറൽ. ഇനി എന്താണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അക്കാദമിക് ഡിസിപ്ലിൻ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, അക്കാദമിക് മേഖല കൂടിയാണ്. നമ്മള് ഇപ്പൊ സോഷ്യൽ സയൻസിന്റെ ഒക്കെ പഠന ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളിപ്പോ സ്കൂളുകളിലൊക്കെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ടല്ലോ, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് സോഷ്യൽ സയൻസ് ഒക്കെ പഠിപ്പിക്കുന്നത്, അറിയാൻ പറ്റുമോ? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? നിങ്ങൾ എന്തിനാ സോഷ്യൽ സയൻസ് പഠിച്ചത്? വെറുതെ ഒരു സബ്ജക്ട് പഠിക്കണം എന്ന് കരുതി പഠിച്ചിട്ടാണോ? അല്ല, കൂടുതൽ അറിവ് കിട്ടാനും ഈ കൺട്രി നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാനും എല്ലാം അറിയാനും നമുക്കൊരു ഈ സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ നമുക്ക് പഠിപ്പിക്കുമ്പോൾ ഒരു ഏകദേശം നോളജ് നമ്മുടെ ഉള്ളിൽ വന്ന് എങ്ങനെയാണ് ഈ കൺട്രി മുന്നോട്ട് പോകുന്നത്, പിന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്തു, അങ്ങനെയൊക്കെ ഹിസ്റ്ററിയും കാര്യങ്ങളും പഠിക്കുന്നുണ്ട് അല്ലെ സോഷ്യൽ. അതുപോലെ നമ്മള് വാല്യൂസ് പഠിക്കുന്നുണ്ട് കൂടുതലും അല്ലെ.
ഇല്ലേ? അപ്പൊ എന്താണ് ഈ സോഷ്യൽ സയൻസ് പഠിക്കുന്നതിലൂടെയൊക്കെ നമ്മൾ ഇടപഴകാനായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ട് നമ്മൾ എന്താണ് ഇടപഴകാനായിട്ട് കൂടുതലും പഠിക്കുന്നുണ്ട്. വാല്യൂസ് ആയാലും കൂടുതൽ മൊറേൽ ആയാലും അല്ലെ, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് സോഷ്യൽ സയൻസിലൂടെ. മാത്സിലൂടെയും ഇംഗ്ലീഷിലൂടെയൊക്കെ പഠിക്കുന്നുണ്ടോ അത്? ഉണ്ടോ? ഇല്ല. അതൊരു സോഷ്യൽ സയൻസ് എന്ന സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലെ. കൂടുതൽ എന്താണ് ഒരു സാമൂഹിക കൂട്ടായ്മയിലൂടെ എത്താനായിട്ടും കൂടുതൽ ഇടപഴകാനായിട്ടും വാല്യൂസ് ആയാലും കുട്ടികളിലെ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നത് സോഷ്യൽ സയൻസിലൂടെയാണ്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് എന്താണ് ഒരു അക്കാദമിക് മേഖല കൂടിയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിന്റെ ഒരു പഠന ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാമൂഹിക കൂട്ടായ്മയാണെന്നാണ് അതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മാനേജ്മെന്റിനെ ഇപ്പോ ആർട്സ് ആയിട്ടും സയൻസ് ആയിട്ടും ഒരു ഓർഗനൈസേഷൻ ആയിട്ടും പേഴ്സൺ ആയിട്ടും ഡിസിപ്ലിൻ ആയിട്ടും പ്രോസസ് ആയിട്ടും ഒക്കെ നമുക്ക് നിർവചിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഓരോന്നും നമുക്കൊരു ക്രമത്തിൽ പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അത് നിർത്തുന്നത്, ആ പാരഗ്രാഫ് നിർത്തുന്നത്. ഇനി ഓരോന്നും നമ്മൾ പഠിക്കും. മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്, മാനേജ്മെന്റ് ആസ് ആൻ സയൻസ്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചത്? എന്തായിരുന്നു? മാനേജ് എന്ന ക്രിയ അല്ലെ, ആ വെർബ് വന്നിരിക്കുന്നത് ഇറ്റാലിയൻ പദമായിട്ടുള്ള മാനേജിയെ എന്നതിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇറ്റാലിയൻ പദമായിട്ടുള്ള മെനുസ്, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്, കൈ എന്നാണ് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക, അതൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രണ്ടാമതും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മാം സ്ക്രീൻ പോയായിരുന്നു, ടെക്സ്റ്റ് പോയായിരുന്നോ? 1 മിനിറ്റ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ജസ്റ്റ് ഒന്ന് വായിക്കാം. 1 മിനിറ്റ്. ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി സ്ക്രീൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയണം മിസ്സിന് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ്, ജോസ്ബി പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നമ്മൾ മാനേജ്മെന്റിനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ പഠിച്ചത്?
മാനേജ് എന്ന ക്രിയ ഇറ്റാലിയൻ പദമായിട്ടുള്ള മാനേജീരിയെ എന്നതിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇറ്റാലിയൻ പദമായിട്ടുള്ള മിനുസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ്. ഓക്കെ, എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഇനി വലുതാക്കണോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ സ്ക്രീൻ? ഓക്കെ ഓക്കെ. അപ്പൊ ഇറ്റാലിയൻ പദമായിട്ടുള്ള മിനുസ്, അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹാൻഡ് ആണ്. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ്. അതുപോലെ 18th and 17th സെഞ്ചുറീസിൽ മാനേജ്മെന്റ് എന്ന ഇംഗ്ലീഷ് വേർഡിന്റെ മീനിങ്ങിന്റെ ഡെവലപ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്ത് മസ്നേജ്മെന്റ് എന്ന ഫ്രഞ്ച് പദമാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി എന്താണ് ഒരു സ്ഥാപനത്തില് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്നത് എന്താണെന്നാണ് പറയുന്നത്? അവിടുത്തെ എല്ലാ റിസോഴ്സുകളും കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമാണ്, അത് കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഓർഗനൈസേഷനിലെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ലീഡിങ് ഓർ ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. അതുപോലെ തന്നെ റിസോഴ്സസുകൾ ഏതൊക്കെയാണ് വരുന്നത്? ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സസുകൾ ഏതൊക്കെയാണ്? ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, ഫിനാൻസ് റിസോഴ്സസ് ഉണ്ട്, ടെക്നോളജിക്കൽ റിസോഴ്സസ് ഉണ്ട്, നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഒരു അക്കാദമിക് മേഖല കൂടിയാണെന്ന് പറയുന്നുണ്ട്. ഒരു സോഷ്യൽ സയൻസ്, ആ സോഷ്യൽ സയൻസിന്റെ പഠന ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സാമൂഹിക കൂട്ടായ്മയാണ്. അതുപോലെ മാനേജ്മെന്റ് നമുക്ക് ആർട്ട്, സയൻസ് ആൻഡ് ഓർഗനൈസേഷൻ, പേഴ്സൺ, ഡിസിപ്ലിൻ, പ്രോസസ്സ് എന്നിങ്ങനെ നിർവചിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഓരോന്നും ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. മാം റീഡ് ചെയ്യാനാണോ പറഞ്ഞത്? റീഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ. പഠിച്ചു കഴിഞ്ഞിട്ട് പറയാം, നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം. ക്ലാസ് എടുത്തു തുടങ്ങിയോ മിസ്സുമാര്? ബുധനാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപർണ മിസ് എടുത്തായിരുന്നോ ക്ലാസ്? അപർണ മിസ് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചായിരുന്നു, ഇൻട്രൊഡക്ഷൻ ഒക്കെ പോലെയൊന്ന്. ഞാൻ ആദ്യമായിട്ട് പറയാ, PG എന്ന് പറയുന്നത് നമ്മൾ ഡിപ്ലോമ പോലെയല്ല കേട്ടോ. കുറച്ച് അധികം വായിക്കാനുണ്ട്. ചിലപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. മിസ്സുമാര് പറയുമ്പോൾ എക്സാമ്പിൾസ് ഇതൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുമ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. പഠിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ തരും. മോക്ക് ടെസ്റ്റ് ഈ ചാപ്റ്റർ കഴിയുമ്പോഴാണ്, അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് ഡിപ്ലോമയിലും തരുന്നത്. അങ്ങനെയാണ് തരുന്നത്. അത് ചെയ്യാൻ നോക്കാം, ശ്രമിക്കാം. അതുപോലെ തന്നെ ഓരോ ലൈനും വായിച്ചു നോക്കുക നിങ്ങള്. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ.
ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കണ്ട പോലെ തന്നെ മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് അത് എന്താണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്. ഓക്കെ, ഒരു കുട്ടി വായിക്കോ? ഒരാൾ വായിച്ചേ. മിസ് ഞാൻ വായിക്കട്ടെ. ഓക്കെ, Management as an art. As an art, management is about carrying out organization functions and tasks through people. This art carries the application of techniques in human and public relation, the concealment of an authority, assigning and sharing obligation and duties, interaction, including decision making and problem solving, managing change. ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കലയാണെന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയായിരിക്കാം? അതിൽ പറയുന്നത് മാനേജ്മെന്റ് എന്നത് ആളുകളിലൂടെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും കടമകളും നിർവഹിക്കുന്നതിനെയാണ് മാനേജ്മെന്റ് ആസ് എൻ ആർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരാളായിരിക്കാം അല്ലെ അതിൽ പറയുന്നത് ആളുകളിലൂടെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും കടമകളും നിർവഹിക്കുന്നതിനെ കുറിച്ചിട്ടാണ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്മാർട്ട് ശ്രീ, നമ്മുടെ എന്താണ് സ്മാർട്ട് ശ്രീ എന്ന് പറഞ്ഞാല് നമ്മള് അല്ലെ സ്മാർട്ട് ശ്രീയുടെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? അറിയോ ആരാണെന്നുള്ളത്? സീതാ മാം ആണല്ലേ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ ഒരു പ്രിയപ്പെട്ട ഒരു ആളാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ടായാലും നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് തരാനായിട്ടായാലും, ഇപ്പൊ ഒരു ടീച്ചേഴ്സ്മാരുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാലോ അല്ലെങ്കിൽ നമുക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ഒരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാമിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാം എന്ത് ചെയ്യും? അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. അപ്പൊ അതാണ് അതിൽ പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കലയാണ്. അപ്പൊ എന്താണ് മാം ആണല്ലേ. അപ്പൊ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ പ്രസീത മാം ആണ്. ആ മാമിലൂടെ നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്ത് തരാനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ അതാണ് അവിടെ പറയുന്നത്. എങ്ങനെയൊക്കെയാണ് നമുക്കിത് പറ്റുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാം ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എങ്ങനെയൊക്കെ കഴിയുന്നുണ്ട് ആസ് ആൻ ആർട്ട് എന്ന നിലയിൽ. ഹ്യൂമൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് നല്ല രീതിയിൽ എല്ലാവർക്കും സ്റ്റാഫുകളായാലും അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ ആയാലും നോൺ ടീച്ചിങ് സ്റ്റാഫുകളുണ്ട്, ടെക്നിക്കൽ സ്റ്റാഫുകളുണ്ട് അല്ലെ നമ്മുടെ ഇടയിൽ. അപ്പൊ അവരെയൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മന് കഴിയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് കൺസൈൻമെന്റ് ഓഫ് ദ അതോറിറ്റി, അസൈനിങ് ആൻഡ് ഷെയറിംഗ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡ്യൂട്ടീസ്. ഓരോരുത്തർക്കും ടീച്ചേഴ്സിനും ടീച്ചറിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ PROs ഉണ്ട് അല്ലെ, നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നവരാണ് അല്ലെ. അപ്പൊ അവർക്കും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തർക്കും ടീച്ചേഴ്സ് എന്താണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫുകൾ എന്താണോ ചെയ്യേണ്ടത്, PROs എന്താണോ ചെയ്യേണ്ടത്, ഇതൊക്കെ ഡ്യൂട്ടീസുകൾ അസൈൻ ചെയ്ത് തരുന്നത് ആരാണ്? മാം ആണ്. അത്തരത്തിലൊരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇന്ററാക്ഷൻസ് ഇൻക്ലൂഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഞാൻ പറഞ്ഞല്ലേ എന്തെങ്കിലും പ്രോബ്ലം ടീച്ചേഴ്സിന്റെ ഇടയിലോ അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫിന്റെ ഇടയിലോ അവർക്ക് എന്തെങ്കിലും അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ PROസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ എല്ലാത്തിനും സോൾവ് ചെയ്ത് കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ ആരുടെ അടുത്തുണ്ടാവും? മാമിന്റെ അടുത്തുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ളൊരു കഴിവും കൂടി ഉണ്ടാവണം. അതുപോലെ തന്നെ മാനേജിങ് ചേഞ്ചസ്. ഇപ്പൊ എന്തെങ്കിലും ഇപ്പോ നമ്മൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഇങ്ങനെ പഠിപ്പിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു രീതി പ്രൊവൈഡ് തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ചേഞ്ചസുകൾ വരുത്താനായിട്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പൊ ഓർഗനൈസേഷൻ ആണല്ലേ, ആ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഇപ്പോ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ചേഞ്ചസ് വരുത്താം. അപ്പൊ അങ്ങനത്തെ ചേഞ്ചസുകൾ വരുത്താനായിട്ടുള്ള കഴിവുകളും ആർക്കുണ്ടെന്നാണ് പറയുന്നത്? മാമിനുണ്ട്. ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ എന്താണ് അതാണ് മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്. ഒരു കലയാണ്, ഒരു വ്യക്തിയിൽ നിന്നാണല്ലേ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ അതോറിറ്റി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്ത് കൊടുക്കാം, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കാം.
ചേഞ്ചസുകൾ എന്തെങ്കിലും വരുത്തുന്നുണ്ടെങ്കിൽ ചേഞ്ചസുകൾ വരുത്താം. ഇതൊക്കെ എന്താണ്, ഒരു കലയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു കഴിവ് ആമിനുണ്ട്. മനസ്സിലായോ? അതാണ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്? ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. സ്ക്രീൻ പോകുന്നുണ്ടെങ്കിൽ പറയണോ കേട്ടോ, മിസ്സിന് അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അയച്ചു മാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. മാനേജ്മെന്റ് ആസ് എ സയൻസ്. മാനേജ്മെന്റ് ആസ് എ സയൻസ് അയച്ചു നോക്കിയേ. ഒരാളൊന്ന് റീഡ് ചെയ്യാട്ടോ. മാം ഓക്കെ, ആദ്യം അയച്ചോളൂ. Management as a science. Management here is concerned with the establishing a philosophy, laws, theories, principles, process and practices which can be enforced in various situations, including schools. ഓക്കെ, സയൻസ്, മാനേജ്മെന്റ് ആസ് എ സയൻസ് വായിച്ചപ്പോ എന്താ മനസ്സിലായേ? സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ ചെറിയ ചെറിയ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ സയൻസ് എന്ന് പറയുന്നത്? എന്താണ് സയൻസ് എന്ന് പറഞ്ഞാല്? സയൻസിലൂടെ നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത്? സ്റ്റഡി ഓഫ് നേച്ചർ, എൻവയോൺമെന്റ്. ക്ലിയർ ആയില്ല എന്ന് പറയാ. തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ പല എക്സ്പീരിമെന്റ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? പല മെത്തേഡ്സിലൂടെ എക്സ്പീരിമെന്റുകളൊക്കെ ചെയ്ത് നമ്മൾ സയൻസിലൂടെ പഠിക്കാറുണ്ട്, ഇല്ലേ? ആണോ? ന്യൂട്ടന്റെ സിദ്ധാന്തം അല്ലെ, ന്യൂട്ടൻസ് ലോ ഒക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? നമ്മളെ കാണാപ്പാഠം പഠിച്ച് ഇല്ലേ? അതൊക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? തേർഡ് ലോ, സെക്കൻഡ് ലോ, ഫസ്റ്റ് ലോ ഒക്കെ ഒരു കുഴപ്പമുണ്ടാവില്ല. തേർഡ് ലോ ഒക്കെ എത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ട്, ഇല്ലേ? പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടല്ലേ നമ്മള് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സ്കൂളിന്റെ അല്ലെ നമ്മൾ പഠിച്ചിട്ടുള്ള ആ കാലഘട്ടം ശരിക്കും ഓർമ്മ വരുന്നുണ്ടല്ലേ? നമ്മളെ ഓരോ മോണ്ടിസോറി മെത്തേഡിലൂടെയും നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോ സയൻസ് എന്ന് ഓക്കെ, മാനേജ്മെന്റ് ആസ് എ സയൻസ്, അതായത് സ്കൂളുകൾ ഉൾപ്പെടെ വിവിധ സാഹചര്യങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ഫിലോസഫി, അതുപോലെ തന്നെ റൂൾസ്, തിയറീസ്, പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസ്, പ്രോസസ്സ് എന്നിവ സ്ഥാപിക്കുന്നതിനാലാണ് മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോരോ എക്സ്പെരിമെന്റിലൂടെയും ഓരോരോ മെത്തേഡ്സിലൂടെയുമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു പോകുന്നത്, അല്ലെ? ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഒരു റീറ്റെയിൽ സ്റ്റോർ മാനേജർ, ജസ്റ്റ് ഒന്ന് കേൾക്കാട്ടോ നിങ്ങള്. ഒരു റീറ്റെയിൽ സ്റ്റോർ മാനേജർ അവരുടെ സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് അവരുടെ സ്റ്റോർസിന്റെ ലേ ഔട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നു. ഒന്നുകൂടി പറയാം, ഒരു റീറ്റെയിൽ സ്റ്റോർ മാനേജർ ഉണ്ട്. ഓക്കെ, ആ മാനേജർ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ. ഓക്കെ, സെയിൽസ് വർദ്ധിപ്പിച്ചാലാണ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ട്
അവരുടെ സ്റ്റോറിന്റെ ലേ ഔട്ട് അവർ ഒപ്റ്റിമൈസ് ചെയ്യുന്നു. ഇനി ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് അദ്ദേഹം ഡാറ്റ കളക്ഷൻ നടത്തുന്നു. ഡാറ്റ ഇതിനെ കുറിച്ചായിരിക്കാം, സെയിൽസ് ഡാറ്റകള്, എന്തൊക്കെ സാധനങ്ങളാണ് ഇപ്പോ സെയിൽസ് ആയിട്ട് പോകുന്നത്, കുറെ അധികം സെയിൽസിൽ പോകുന്നത്, ഇനി ഏതൊക്കെ ഐറ്റംസ് ആണ് അധികം സെയിൽ ഇല്ലാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡാറ്റ ഓൺ കസ്റ്റമർ ട്രാഫിക് പാറ്റേൺ ആൻഡ് പ്രൊഡക്റ്റ് പോപ്പുലാരിറ്റി, പ്രൊഡക്റ്റിന്റെ പോപ്പുലാരിറ്റി, അതുപോലെ തന്നെ ഈ കസ്റ്റമർ ട്രാഫിക് പാറ്റേൺസ് അതിന്റെ ഡാറ്റകള് അതൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഓക്കെ, നോക്കാം. നെക്സ്റ്റ് ഡാറ്റ കളക്ട് ചെയ്തു, അതിനുശേഷം അനാലിസിസ് നടത്തി. മാനേജർ അനലൈസ് ദ ഡാറ്റ ടു ഐഡന്റിഫൈ ദ ട്രെൻഡ്സ്. എന്താണ് നമ്മൾ ഇപ്പോ ബിസിനസ് നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ബിസിനസ് മാൻസ് അവരെപ്പോഴും പുതിയ പുതിയ ട്രെൻഡുകൾ അവർ നോക്കാറുണ്ട്, ഇല്ലേ? നമ്മളായാലും ഒരു ബിസിനസ് സ്ഥാപനം നടത്തുകയാണെങ്കിൽ പഴയകാല രീതികളാണോ നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നത്? ആണോ? അല്ല, അല്ലെ? പുതിയ ടെക്നോളജി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനോട് നമ്മളും ആ ടെക്നോളജിയോട് നമ്മൾ ചേരും, അല്ലെ? സ്ക്രീൻ പോയോ വീണ്ടും? പോയി മിസ്സേ. ഓക്കെ, ഞാനിത് പറഞ്ഞ കഴിഞ്ഞിട്ട് സ്ക്രീൻ ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഡാറ്റ കളക്ട് ചെയ്തു, ആദ്യം പിന്നീട് അനലൈസ് ചെയ്തു. എന്താണ് ഇപ്പോൾ ഉള്ള ട്രെൻഡ് എന്താണെന്നുള്ളത് അനലൈസ് ചെയ്തു. അതിനുശേഷം ഹൈപ്പോത്തസിസ്, തീരുമാനങ്ങൾ എടുക്കുക. അതെങ്ങനെയാണ് അനുമാനങ്ങൾ എടുക്കുന്നത്? പോപ്പുലർ പ്രൊഡക്റ്റ് നിയർ ദ എൻട്രൻസ് വിത്ത് ദ ഇൻക്രീസ് സെയിൽസ്. അതായത് പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഇപ്പോഴും സെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ സെയില് നടക്കാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്റ്റോറിന്റെ ലേ ഔട്ടിൽ അല്ലെ, അല്ലെങ്കിൽ എൻട്രൻസിൽ വെക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? അത് കണ്ട് ആളുകൾ വാങ്ങിക്കാനായിട്ട് വരും, ഇല്ലേ? ഇല്ലേ? അപ്പൊ സെയിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഒരു മെത്തേഡാണ് അദ്ദേഹം ചെയ്യുന്നത്, അല്ലെ? സെയിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഡാറ്റ കളക്ട് ചെയ്തു, അനലൈസ് ചെയ്തു, അല്ലെ? ട്രെൻഡ് നമ്മൾ കണ്ടെത്തി. അതിനുശേഷം അനുമാനം, അദ്ദേഹം എന്താണ് സെറ്റ് ചെയ്തത്? ആ സെയില് നടക്കാൻ വേണ്ടിയിട്ട് പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകള് എന്താണ് സ്റ്റോറിന്റെ എൻട്രൻസിൽ അദ്ദേഹം കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, അതിനുശേഷം എന്താണ്? ഇവാലുവേഷൻ നടത്തി, അത് അനലൈസ് ചെയ്തു, ഇവാലുവേഷൻ നടത്തി, എക്സ്പെരിമെന്റ്. അപ്പോ എന്താണ് കൂടുതലും എന്താണ് അദ്ദേഹം പറയുന്നത്? ഈ ഇത്തരത്തിലുള്ള ഒരു മെത്തേഡ് സ്വീകരിക്കുന്നതിലൂടെ ആ എൻട്രൻസിൽ എന്ത് മെത്തേഡാണ് അദ്ദേഹം സ്വീകരിച്ചത്? ആ സ്റ്റോറിന്റെ എൻട്രൻസിൽ അദ്ദേഹം എന്തുകൊണ്ടെന്ന് വെച്ചു? പോപ്പുലർ ആയിട്ട് സെയിൽ ചെയ്തു പോകുന്ന രീതിയിലുള്ള എന്താണ് പ്രൊഡക്റ്റുകൾ അദ്ദേഹം കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ എന്താണ് അദ്ദേഹത്തിന് ഇപ്പോ വഴി കൂടി പോകുമ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മളായാലും ഒരു കടയ്ക്ക് നോക്കും, അല്ലെ? പുതിയ സാധനങ്ങൾ, ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കായാലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും വാങ്ങിക്കാനായിട്ട്. ഇപ്പൊ കുട്ടികളുടെ രീതിയിലുള്ള അല്ലെങ്കിൽ കുട്ടികളുടെ എന്താ പറയാ, അവർക്ക് പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അവർ വാങ്ങിക്കാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെ? അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ എൻട്രൻസിൽ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ എന്താണ് കൂടുതൽ സെയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നത് അദ്ദേഹം അനുമാനത്തിലെത്തി. അതാണ്. അപ്പൊ അദ്ദേഹം സ്വീകരിച്ചത് എന്താണ്? ഒരു മെത്തേഡിലൂടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുവന്നത്, ഇല്ലേ? അതാണ് മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ഒരു മെത്തേഡ് സ്വീകരിച്ചു, അല്ലെ? ഒരു പ്രിൻസിപ്പിൾ അദ്ദേഹം ഫോളോ ചെയ്തു, അല്ലെ? അല്ലെങ്കിൽ തിയറി, അല്ലെ? ഇതിലൂടെയൊക്കെയാണ് നമ്മൾ സയൻസ് പഠിക്കുന്നത്. കണക്ഷൻ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നമ്മൾ പഠിച്ചു മാം, എനിക്ക് അതൊന്നുകൂടെ പറഞ്ഞു തരുമോ? ഓക്കെ ആയില്ലേ? ഓക്കെ. അച്ഛന് മനസ്സിലായില്ല? അച്ഛന് കിട്ടിയില്ല? മാം, എനിക്ക് അതൊന്നുകൂടെ പറഞ്ഞു തരും. കട്ടായി പോവായിരുന്നു. ഓക്കെ ഓക്കെ, നമ്മൾ പറയുന്നത് മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്നാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചല്ലേ? ഓരോ എക്സ്പെരിമെന്റിലൂടെയും
ഓരോ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് സയൻസിൽ. അതുപോലെ തന്നെയാണ് ഈ മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ മിസ് പറയാം, ശ്രദ്ധിച്ച് കേൾക്കാം. റീറ്റെയിൽ സ്റ്റോർ മാനേജർ അവരുടെ സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ട്, ഇൻക്രീസ് ചെയ്യാനായിട്ട് അവരുടെ സ്റ്റോറിന്റെ ലേഔട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നു. ഇനി എങ്ങനത്തെ രീതിയിലൂടെയാണ് സെയിൽസ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചത്? ആദ്യം അദ്ദേഹം ഡാറ്റ കളക്ട് ചെയ്തു. എന്തിനെ പറ്റിയുള്ള ഡാറ്റയാണ് കളക്ട് ചെയ്തത്? സെയിൽസ് ഡാറ്റ. അതായത് കൂടുതൽ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നത് ഏത് പ്രൊഡക്റ്റിനാണ്, ഏത് പ്രൊഡക്റ്റ് ആണ്, അധികം സെയിൽ ചെയ്യാത്ത പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്, അത്തരത്തിലുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ കസ്റ്റമേഴ്സിന്റെ ട്രാഫിക് പാറ്റേൺസ്, കസ്റ്റമേഴ്സിന്റെ കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കി അതിന്റെ ഡാറ്റകൾ കളക്ട് ചെയ്തു. ഇനി കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതൊക്കെയാണ് എന്നതിന്റെ ഡാറ്റകളും കളക്ട് ചെയ്തു. അതിനുശേഷം അനാലിസിസ് നടത്തി. മാനേജർ അനലൈസ് ദ ഡാറ്റ ടു ഐഡന്റിഫൈ ദ ട്രെൻഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പോ എല്ലാവരും എന്താണ് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമ്മളായാലും എങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്? അല്ല, ചേഞ്ചസ് ആവുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രൊഡക്റ്റുകളിലോട്ട് അല്ലെങ്കിൽ ആ ചേഞ്ചസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇപ്പോഴുള്ള ട്രെൻഡുകൾ അദ്ദേഹം മനസ്സിലാക്കി. പിന്നെ ഒരു അനുമാനത്തിലെത്തി. എന്താണ്? പോപ്പുലർ പ്രൊഡക്റ്റുകള് നമ്മുടെ കടയുടെ എൻട്രൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കടയുടെ എൻട്രൻസ് ഭാഗത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കസ്റ്റമേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കാണും അത് ഇല്ലേ? നമ്മളായാലും ഒരു കടയിൽ പുതിയ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായാലും നോക്കാറുണ്ട് അല്ലെ? വഴി കൂടി നടന്നു. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ നോക്കി കസ്റ്റമേഴ്സ് അതിൽ എന്താണ് ഒരു അട്രാക്റ്റീവ് ആകും, അങ്ങനെ വാങ്ങിക്കാനായിട്ട് തുടങ്ങും അല്ലെ? സെയില് കൂടുതൽ നടക്കും. ഓക്കെ, അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു രീതിയിലോട്ട് എത്തിയത്? പല മെത്തേഡിലൂടെയും അദ്ദേഹം ചിന്തിച്ചിട്ടാണ് ഇല്ലേ? എക്സ്പീരിമെന്റ് അല്ലെങ്കിൽ മെത്തേഡിലൂടെയാണ് അല്ലെ? അപ്പൊ അതാണ് മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ, ഇനി വായിച്ചു നോക്കാം കേട്ടോ. സ്ക്രീൻ പോയാൽ മിസ്സിനോട് പറയണം കേട്ടോ. ഇത് എല്ലാ ക്ലാസ്സിലും ഉണ്ട് ഇങ്ങനെ സ്ക്രീൻ പോകുന്ന ഒരു പ്രോബ്ലം. അപ്പൊ അത് ഇനിയിപ്പോ അത് ചേഞ്ച് ചെയ്യണം. അപ്പൊ പോയിട്ടില്ലല്ലോ? ഓക്കെ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? മാം ഇത് മാമിന്റെ മുമ്പ് റീഡ് ചെയ്യണോ? വായിച്ചോളൂ. Okay. Management as a science. Management here is concerned with establishing a philosophy, laws, theory, principle, process, and practice which can be enforced in various situations, including schools. ഓക്കെ, എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മാനേജ്മെന്റ് ആസ് ആൻ ഓർഗനൈസേഷൻ. വായിച്ചു നോക്കിയേ. ആരാ വായിക്കാം? ഞാൻ വായിക്കാം. Management as an organization. As an organization, management is about accomplishing formal structures and an installation based on a mission or goals, objectives, targets, functions and tasks. For example, social and welfare organization in government management can refer to education and health services, whilst public security management services could refer to the police and military. ഓക്കെ, എന്താ മനസ്സിലായി വായിച്ചപ്പോ? ഒരു ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ്? ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഒരു സ്ട്രക്ചറിലൂടെ ആയിരിക്കും പോകുന്നത് അല്ലെ? ഇപ്പോ ഒരു എന്താ പറയാ, ഒരു സ്കൂൾ എടുക്കാം. സ്കൂളില് പ്രിൻസിപ്പള്, ടീച്ചേഴ്സ്,
അതുപോലെ തന്നെ അങ്ങനെയാണ് ഓർഡർ പോകുന്നത്. അപ്പൊ പ്രിൻസിപ്പൽ എടുക്കുന്ന ഒരു തീരുമാനമാണ് എന്ത് ചെയ്യുന്നത്, അത് പ്രിൻസിപ്പൽ ടീച്ചേഴ്സിനോട് പറയും അല്ലെ. ടീച്ചേഴ്സ് അത് കുട്ടികളോട് പറഞ്ഞ് കാര്യങ്ങൾ കൊണ്ടുവരും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, ഒരു സ്ട്രക്ചറിലാണ് ഓരോ കാര്യങ്ങളും പോകുന്നത്. ഒരു ഫോർമൽ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവും. ഇപ്പൊ പോലീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മിലിറ്ററി ആയാലും എഡ്യൂക്കേഷൻ ആയാലും നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള വിഷനും ഒക്കെ ഉണ്ടാവും. അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയാണ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രക്ചറിലൂടെയാണ് അവര് അച്ചീവ് ചെയ്തെടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ഗ്രീൻ ടെക് കമ്പനി, ഓക്കെ, ഒരു ഗ്രീൻ ടെക് കമ്പനി എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതിന് ഒരു മാനേജ്മെന്റ് ടീം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ടാവും അല്ലെ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ എന്താണ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവർ കറക്റ്റ് പ്രൊസീജിയറിലൂടെയാണോ, കറക്റ്റ് ഗൈഡ് ലൈൻസിലൂടെയാണോ അവർ പോകുന്നത് എന്ന് നോക്കാനായിട്ട് ഒരു മാനേജ്മെന്റ് ടീം ഉണ്ടാവും. ഓക്കെ, ഇവരാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഓവർസീ ചെയ്യുന്നത്. ഒരു മേൽനോട്ടം വഹിക്കുന്ന ടീം എന്ന് പറയുന്നത് എന്താണ്, ഒരു മാനേജ്മെന്റ് ടീം ആയിരിക്കും. ഇനി ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒരു സ്ട്രക്ചറിലൂടെയാണെന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ആദ്യം നല്ല രീതിയിൽ പോകാനായിട്ട് അവർ ആ പ്രൊഡക്റ്റ് കറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം. ഒരു ഗോൾ ഉണ്ടാവും അല്ലെ. ഓക്കെ, ഗോൾ സെറ്റ് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഗോൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യണം അല്ലെ. പ്ലാൻ ചെയ്തു, അതിനുശേഷം ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ നമ്മൾ നോക്കണം അല്ലെ. റിസോഴ്സസുകൾ അലോക്കേറ്റ് ചെയ്യാം. റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ലേബേഴ്സ് ഉണ്ടോ നോക്കാം, മെഷീൻസ് ഉണ്ടോ നോക്കാം. ഇതൊക്കെ എന്താ, റിസോഴ്സസുകളാണ് അല്ലെ. അതൊക്കെ അലോക്കേറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ്, കോർഡിനേറ്റ് എഫേർട്ട്, എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ മാത്രമാണ് അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് പറ്റുള്ളൂ നമുക്ക്. ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എങ്ങനെയാണ്, റോ മെറ്റീരിയൽസ് ആയിട്ടാണ് അല്ലെ, അസംസ്കൃത വസ്തുക്കളായിട്ടാണ്. ഇനി അതെല്ലാം നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ എല്ലാം എന്താണ് പറയാ, കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു പ്രോസസ്സിലൂടെ ചെയ്താണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് പറ്റുന്നത് അല്ലെ. അതിന് എന്താണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ കോർഡിനേറ്റ് ചെയ്യണം. ലേബേഴ്സ് ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ കോർപ്പറേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി നമ്മുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ. ഇനി അതെന്ത് ചെയ്യണം, ഇനി അതിനുശേഷം നമ്മൾ കോർഡിനേറ്റിംഗ് എഫേർട്ട്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങളും നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട് അല്ലെ. കറക്റ്റ് ആയിട്ടാണോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, കറക്റ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടോ, അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, പ്രോസസ്സിങ് നടക്കുന്നുണ്ടോ, എവിടെയെങ്കിലും പാകപ്പിഴകൾ വരുന്നുണ്ടോ, എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യേണ്ടത്, അവരുടെ പെർഫോമൻസ് ഒക്കെ മോണിറ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി ആരെങ്കിലും ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യാതിരിക്കുന്നുണ്ടോ, ചില ലേബേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, ലെസർ ആയിട്ടുള്ള ലേബേഴ്സ് ഒക്കെ, അവരൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അവരുടെ പെർഫോമൻസ് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ മോണിറ്റർ ചെയ്ത് നമുക്ക് എന്താണ്, നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ്മെന്റ് വരുത്താനായിട്ട് പറ്റും മോണിറ്റർ ചെയ്യുന്നതിലൂടെ. അതിലൂടെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്, ഒരു കറക്റ്റ് സ്ട്രക്ചറിലൂടെയാണ് അവർ പോകുന്നത് അല്ലെ, ഒരു ഫോർമൽ ആയിട്ടുള്ള സ്ട്രക്ചറിലൂടെ. എന്താണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഗോൾ ആദ്യം സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്തു, കോർഡിനേഷൻ എഫേർട്ട്, അതുപോലെ തന്നെ മോണിറ്ററിംഗ് പെർഫോമൻസ് മോണിറ്റർ ചെയ്തു. അതിലൂടെ നമുക്കൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ ആണോ, കിട്ടിയോ, മനസ്സിലായോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ചിലപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് ഒന്നും ചിലപ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എക്സാമ്പിൾ വെച്ച് മിസ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓർഗനൈസേഷൻ വരെ നമുക്ക് എടുത്ത് നിർത്താം കേട്ടോ.
ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, ഇനി സൈൻ ഔട്ട് പറയുന്നത് ആരാ? ആരെങ്കിലും സൈൻ ഔട്ട് പറഞ്ഞോളൂ. ഞാൻ പറയാം Thank you, മാം. ma'am. Dear ലിൻസി teacher, പറഞ്ഞോളൂ. dear ma'am, thank you for your love, care, and guidance throughout the classes. We learned many new things because of your support and encouragement. Thank you for your patience and dedication. Thank you for the beautiful class. Thank you, ma'am, and thank you all my dear friends. Have a good day. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. വൺ മിനിറ്റ്. ക്ലാസ് ഇതുപോലെ എടുത്തു പോയാൽ മതിയോ നിങ്ങൾക്ക്? ബുദ്ധിമുട്ടുണ്ടോ ക്ലാസ്? ഇല്ല മാം, ക്ലിയർ ക്ലിയർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.